ഗൈസ് ആദ്യം എന്നെ കണ്ടുപിടുത്ത സ്ഥലം ഗൈസ്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. നീ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതാണ് മക്കളെ തോണിക്കടവ്. ഭയങ്കര രസം കേട്ടോ. വൈകുന്നേരമൊക്കെ വന്നാൽ മതി. രാവിലെ വൈകുന്നേരമൊക്കെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നാൽ മതി. ഇതാ ഭയങ്കര രസം കേട്ടോ ഗൈസ്. സൂപ്പർ സ്ഥലം കേട്ടോ. രാവിലെ വരണം ഇല്ലെങ്കിൽ വൈകുന്നേരം വരണം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. എന്താ പറയുക മക്കളെ. ഞാൻ കൂടുതൽ മക്കൾ പറയുന്നുണ്ട്. പിന്നെ ലവേഴ്സൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങൾക്ക് പിന്നെ ലവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഉള്ളവരൊക്കെ ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. നമുക്കങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. ഇവിടെ ഭയങ്കര എന്താ പറയുക, ഊട്ടിയിലൊക്കെ ഉള്ളത് പോലത്തുള്ള മരങ്ങളൊക്കെ കേട്ടോ ഇവിടെ. ഇപ്പം ഞാൻ വീണേ ഉണ്ടോ. ഈ വെള്ളം ഭയങ്കര അപകടമാണ്, ഇറങ്ങരുതെന്നൊക്കെ അവർ പറയുന്നത്. ഊട്ടിയാണ് ഊട്ടി. എന്നെ കാണിച്ചിരുന്നു എൻ്റെ ഗൈസ്. ഞാൻ ബ്ലാക്കൊക്കെ ഇട്ട് വന്നു കണ്ടോ. ആരോടൊന്ന് ഫോട്ടോ കഴിഞ്ഞ് മലക്കുന്ന ചെരുവ് ഉറപ്പിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതിനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ലോങ് വീഡിയോ ആക്കിയതാണ്. അത്ര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അടിപൊളി കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. എന്താണ് തോണിക്കടവ് എന്ന് പറഞ്ഞാൽ അവരടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക. നമുക്കിതൊന്നും എടുത്തുതരാൻ ആരുമില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാം. ലവേഴ്സൊക്കെ ഉണ്ട്. വെള്ളത്തിലെന്താ പോത്ത് കിടക്കും. പോത്ത് ഗൈസ്. എന്ത് ഭംഗിയാണ്. നല്ല കുന്നിൻ ചെരുവുകളൊക്കെ. നമ്മൾ പണ്ട് മലയാളം പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല, കുന്നിൻ ചെരുവുകളൊക്കെ വെച്ചിട്ട് പഠിക്കാനൊക്കെ. എൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? പാറി നടക്കുന്നു ആദ്യം ഞാൻ അയക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം കുറച്ച് അത്ര അങ്ങോട്ട് ഇല്ല. വൈകുന്നേരം പറഞ്ഞു. ഇപ്പം ഭയങ്കര വെയിലായത് കൊണ്ടുള്ള ആ ഒരു ഭംഗിക്കുറവുണ്ട് ചെറുതായിട്ട്. വൈകുന്നേരം ഒരു മഞ്ഞും ഒക്കെ ആയിട്ടുള്ള കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ചെറിയൊരു അരുവി അതിനെ മുറിച്ചിങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ, അവിടെ ഞങ്ങൾ എത്തിയ സമയം കുറച്ച് വെയിലായിപ്പോയി. വന്ന റോഡ് എങ്ങനെ ഉണ്ട്? വന്ന റോഡ് ഫുൾ റോഡ് പണിയാണ്. ഹൈവേ റോഡാണ്. നിനക്ക് ബാക്ക് ഇരുന്നോണ്ട് നല്ല സുഖം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓട്ടിച്ച് ഞങ്ങളുടെ വണ്ടി ഓട്ടിച്ച് വന്ന കഷ്ടപ്പാട് പഠിച്ചവരെ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കുഴപ്പമില്ല. അനിയൻ്റെ വൈഫിനെ കൊണ്ടാണ് സാധാരണ വരില്ല. അവളില്ലാഞ്ഞ് ഭാഗ്യമായി. അത്രയ്ക്ക് ഡേഞ്ചർ റോഡാണ് ഇതാ. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു ഗൈസ്. ഇവളെന്നെ ചതിച്ചു. ഞാനിങ്ങനെ ക്യാപ്ഷൻ ഇടും, നോക്കിക്കോ. ആദ്യം എന്നെ ചതിച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാം.